ലബനനിലെ നിയുക്ത ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ 9 പേർക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ലബനന്റെ പരമാധികാരത്തെ മാനിക്കാത്ത അമേരിക്കൻ നടപടി നിയമവിരുദ്ധവും യാതൊരു കാരണവശാലും നീതീകരിക്കാനാവാത്തതുമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ സഹായിച്ച് ലബനന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി ഇറാൻ രംഗത്തു വന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെയും അമേരിക്ക പൂർണ്ണമായും അവഗണിച്ചുവെന്നും രാജ്യങ്ങളുടെ ദേശീയ പരമാധികാരത്തെ മാനിക്കുകയെന്ന അടിസ്ഥാന തത്വത്തെ അവർ കാറ്റിൽ പറത്തിയെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. ലബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന അമേരിക്കൻ നടപടികൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് ഇറാൻ ആരോപിച്ചു. ലബനനിലുള്ള ഹിസ്ബുള്ള അംഗങ്ങളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ ലബനീസ് ജനതയ്ക്കിടയിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നീചമായ പ്രവർത്തനങ്ങൾ ലബനന്റെ ദേശീയ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്നതിനൊപ്പം അധിനിവേശ സിയോണിസ്റ്റ് ഭരണകൂടവുമായിട്ടുള്ള അമേരിക്കയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അടയാളമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന സൈനിക അധിനിവേശത്തിനും ഹീനമായ കുറ്റകൃത്യങ്ങൾക്കും അമേരിക്ക കൂട്ടുനിൽക്കുകയാണെന്നും ഇറാൻ പ്രതിനിധികൾ പറഞ്ഞു. ലബനനിലെ വിവിധ സംഘങ്ങളും ജനവിഭാഗങ്ങളും ദേശീയ ഐക്യത്തോടെയും യോജിപ്പോടെയും രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന് സംശയരഹിതമായി പറയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. അധിനിവേശങ്ങൾ ചെറുക്കുന്നതിലൂടെ സിയോണിസ്റ്റ് ഭരണകൂടത്തെ അവരുടെ ദുഷിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് ലബനീസ് ജനത തടയുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ലബനനിലെ സമാധാന പ്രക്രിയയെ ബോധപൂർവം തടസ്സപ്പെടുത്തുകയും ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തികളെയാണ് ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന് അമേരിക്കൻ ട്രഷറി വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ഹിസ്ബുള്ളയ്ക്ക് നിർണായകമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചു എന്നാരോപിച്ചാണ് 2 ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അമേരിക്കൻ ട്രഷറി വകുപ്പിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുവെന്നാരോപിച്ച് 9 പേർക്കെതിരെയാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് അമേരിക്കയിലുള്ള ഇവരുടെ സ്വത്തുക്കളും പ്രധാന ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. ഹിസ്ബുള്ളയെ നിരായുധരാക്കുക, ലബനന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ഈ ഉപരോധങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നതാണ്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് തയ്യാറാക്കിയ പുതിയ ഉപരോധ പട്ടികയിൽ ലബനൻ പാർലമെന്റ് അംഗങ്ങളും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും ഉൾപ്പെടുന്നുണ്ട്. US ട്രഷറി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഉപരോധിക്കപ്പെട്ട 9 വ്യക്തികളിൽ 4 പേർ ഹിസ്ബുള്ളയിലെ സജീവ അംഗങ്ങളാണ്. ഇതിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ പ്രധാന നേതാവായ മുഹമ്മദ് അബ്ദുള്ള മൊത്ലബ് സാനിച്ച്, ഹിസ്ബുള്ളയുമായി സഖ്യമുള്ള ലബനൻ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായ നിസാമുദ്ദീൻ ഫത്ലല, ഗ്രൂപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായ ഇബ്രാഹിം അൽ മൗസാവി, ഹുസൈൻ അൽ ഹജ് ഹസൻ എന്നിവരും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാന വ്യക്തി ലബനനിലെ നിയുക്ത ഇറാൻ അംബാസിഡറായ മുഹമ്മദ് റസ ഷെയ്ബാനിയാണ്. ഹിസ്ബുള്ളയുമായി സഖ്യത്തിലുള്ള അമാൽ മൂവ്മെന്റുമായി അടുത്ത ബന്ധമുള്ള 2 സുരക്ഷാ ഉദ്യോഗസ്ഥരായ അഹമ്മദ് അസദ് ബാൽബാക്കി, അലി അഹമ്മദ് സഫാവി എന്നീ പേരുകളും പട്ടികയിലുണ്ട്. ഇതിനു പുറമെ പങ്കുവയ്ക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലബനീസ് സായുധ സേനയിലെ ബ്രാഞ്ച് മേധാവിയായ സമീർ ഹമാദെ, ജനറൽ ഡയറക്ടറേറ്റ് ഫോർ ജനറൽ സെക്യൂരിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖത്താർ നാസർ എൽദീൻ എന്നിവരും ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടതായി അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.